എന്തൊക്കെ വർത്താനം. ഇന്ന് ഞാനും കുഞ്ഞുമോളും ഒറ്റയ്ക്ക് ഒരു യാത്ര, മറ്റേ ആൾക്കാരെ കൂട്ടിയിട്ടില്ല കേട്ടാ. അപ്പൊ ഞങ്ങള് യാത്ര പോണേ എവിടേക്കാന്ന് അറിയണെങ്കിൽ കുറച്ച് കുണ്ടനടെ യാത്ര രണ്ട് പർദ്ദക്കാര് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോവാതെ പോവായി വണ്ടിയിൽ പർദ്ദ കഴിച്ച യുവതികൾ കൊണ്ടുപോവാതെ പോകാൻ വിചാരിച്ചപ്പോ ഓര് വണ്ടി കയറില്ലേ. ചെറുതനോട് ആരെ കയറാൻ പറഞ്ഞില്ലേ? എന്തിനു കയറിയതാണ്? നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മഞ്ചേരിയിലെ നാസിയ സിൽക്സിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ്. നമുക്ക് വേറെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വീഡിയോ നല്ല അടിപൊളി ഓഫറുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ആക്കി ഇട്ടിരിക്കണേ. ആവശ്യമുള്ളവർ ഒന്ന് പോയി കണ്ടോളിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പെരിന്ന് ഇറങ്ങിയത് 2 പരിപാടികൾ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞ് രണ്ടാമത്തെ പരിപാടിക്കായിട്ട് എത്തിയിട്ടുള്ളത്. ഈ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ യൂട്യൂബിലുള്ള കേരളിൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി വന്നാണ് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കുട്ടീനെ കാണണം. എന്നാൽ പിന്നെ എല്ലാവരും കൂടി ഓരോരുത്തർക്ക് പോരിയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ കൂടി. അപ്പോൾ ഈ സ്ഥലം ഇവിടെ അറിയാം, മഞ്ചേരിയുള്ള ഇളങ്കൂര് ഫാന്റാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇതാണ് നമ്മളെ ശിബിലി MSP NPT എന്ന് യൂട്യൂബിൽ അടിച്ചാൽ ആള് പുലിയട്ടാ. നമ്മളെ കൂട്ടത്തിലുള്ള വരത്തിലുള്ള ഇവിടെ പാട്ടൊക്കെ പാടിട്ട്. അപ്പൊ ഷെമോളും ഷെസ്മോളും ഞാൻ ആസ്വദിച്ചിരിക്കുക. അതിന്റെ ഇടയിൽ കൂടെ ചോറ് വളമ്പാനുള്ള പരിപാടി തുടങ്ങി. അപ്പൊ ഞാനും നിസാറും കൂടെ അതാണ്ട് ഏറ്റെടുത്തിട്ടോ. പുറത്താരോടും പറയുന്നത് വളമ്പാൻ അറിയാത്ത നമ്മളാണ് ഇപ്പൊ ഇതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റിൽ വളമ്പി ചോറ് കൊടുക്കൽ തുടങ്ങി. അപ്പൊ നമ്മളെ ഷൗക്കത്ത് അച്ചാറ് കുത്താൻ വന്നിട്ടോ. അപ്പൊ ആദ്യം കുട്ടികളായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ഏതായാലും ഷെമോൾക്കൊക്കെ കൊടുത്തു. ഞങ്ങള് വളമ്പാൻ എന്നവര് ഇനിയിപ്പോ ചോറ് വയ്ക്കും. എല്ലാവരും ഇത്ര ആൾക്കാരുണ്ട് നോക്കാം, ഇത്രയും ആൾക്കാരുണ്ട്. പണ്ടാരിയുള്ള പ്ലേറ്റ് ഉണ്ടോ? അങ്ങനല്ല, അതൊക്കെ അസ്മത്തെ ഞങ്ങൾക്ക് കണ്ടറിഞ്ഞ് വളർത്തി തന്നു. ഇത് ഫൗളാട്ടാ. വളണ്ടികൾക്ക് കുറച്ച് എക്സ്ട്രാ ഉണ്ടോന്നൊരു അതിനാണല്ലേ വിലക്ക് കണ്ടീല. ഇതിനാണ് ഇവരൊക്കെ ആദ്യം വളമ്പാൻ നിന്നിട്ടുണ്ട്. നിങ്ങളെന്താ ആദ്യം തന്നെ അല്ല നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന മുന്നേ തന്നെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ ആദ്യം തീരുമാനിച്ചതല്ലേ. നിങ്ങളെ മാതിരി തിന്നാൻ കഴിയേണ്ടത്. ഇവിടെ അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, നല്ല വൈബാണ്, നമ്മള് അടിച്ചു പൊളിക്കാം. ഇത് എളങ്കൂറാണ്. എളങ്കൂർ തന്നെ. എന്താ ഇതിന്റെ പേര് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയൊക്കെ പറയും. ഞാൻ പറയണത് ഫാന്റാസ്റ്റിക് ഒരു സിമ്പിൾ പരിപാടിയാണ്. ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാക്കാം, എല്ലാത്തിനും പറ്റൂല. പിന്നെ ഫാമിലിക്കും ചെറിയ ചെറിയ പരിപാടികളൊക്കെ പറ്റിയ സ്ഥലമാട്ടോ. ഞാൻ ചോദിച്ചറിഞ്ഞു വന്നാണ് ആ ഉള്ളു കൂടെ. ബിരിയാണിയുള്ളവർക്കും കല്യാണമുള്ളവർക്കും മൂപ്പര് പിന്നെ ചോദിച്ചറിഞ്ഞ് വരും കേട്ടോ. അതാണ് നമ്മളെ അവസ്ഥ. അത് അതിന്റെ ഒരു കുറവ് കൂടിയല്ലേ. ഒരു സാധാരണ പാട്ടാണ് ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സംഗതി കേരളിന്റെ കുട്ടീനെ കാണുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിലും ഇവിടെ നോണിയും പിത്തനായിട്ട് നടക്കേണ്ടത്. എരും പുളിയും കൂട്ടാൻ നിൽക്കണ ഭാവസ്ഥാവ് വന്നിക്കണേ. അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ അവിടെ. നിങ്ങളിപ്പോ കേറൂലല്ലോ, ഇറങ്ങിയ പാട് കേറുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളെ ഈ ഒരു പരിപാടിക്ക് വന്നതാണ് കേട്ടോ. പക്ഷേ എല്ലാവരും മുഖമൊന്നും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മൾ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം എപ്പോഴും നേരിട്ട് കാണലില്ല. അപ്പൊ കണ്ടപ്പോൾ വർത്താനം പറഞ്ഞിക്കാണ്ട് വീഡിയോ എടുക്കാനൊന്നും വല്ലാതെ പറ്റിയിട്ടില്ല കേട്ടോ. കുറെ നേരം വണ്ടി ഇരിക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും വണ്ടിയിൽ കളിച്ചിരിക്കാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും